യൂറോപ്പിലോട്ട് വരാനായിട്ട് റെഡിയായി നിൽപ്പാണോ? ഏജൻസിക്കുള്ള പൈസ കൊടുക്കാനുള്ള തത്രപ്പാടിലാണോ? ഒന്ന് ഫോളോ ചെയ്തേക്ക്, കണ്ടന്റ് മുഴുവൻ കണ്ടേക്ക്, ഉപകാരപ്പെടും. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഏജൻസിയുടെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലോട്ടുള്ള വിസ കിട്ടാൻ പോകുന്നില്ല, നിങ്ങളുടെ പൈസ പോകാൻ പോവാണ്. യൂറോപ്പിൽ ജോലി വാങ്ങി തരാന്ന് പറയുന്ന എല്ലാ ഏജൻസീസും അവർ പ്രസംഗിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് യൂറോപ്പിൽ നിങ്ങൾ 28 കൺട്രി ഉണ്ട്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയി സെറ്റിൽ ആവാ, നിങ്ങളുടെ പിള്ളേർക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, നിങ്ങൾക്ക് മെഡിക്കൽ കോസ്റ്റ് ഒന്നുമില്ല, മെഡിക്കൽ എല്ലാ ഫെസിലിറ്റി നിങ്ങൾക്ക് ഫ്രീ ആണ്, യൂറോപ്പിലെ ക്ലൈമറ്റ് അടിപൊളിയാണ്, അതാണ് ഇതാണ്. നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. പക്ഷെ അവർ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഏജൻസീസ് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മൾട്ടി എൻട്രി വിസയാണ്, വിസ ടൈപ്പ് ഡി ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വന്നിട്ട് എത്ര കാലം വേണമെങ്കിൽ അവിടെ താമസിക്കുക, ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ കമ്പനിയിലോട്ട് പോവാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, നിങ്ങൾക്ക് അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ പറയും. പക്ഷെ സത്യത്തിൽ നിങ്ങൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, ഏത് വിസ ടൈപ്പിലാണ് എനിക്ക് ജോലി കിട്ടുന്നതെന്ന്. ഇവിടെ ഒരുപാട് വിസ ടൈപ്പിലൊന്നും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങളുടെ കരിയർ അല്ല, നിങ്ങളുടെ പഠിപ്പിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇവിടെ കിട്ടാവുന്ന ജോലിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതിൽ 2-3 തരം വിസേനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു വിസ ടൈപ്പ് നിങ്ങൾ അവരോട് അത് പറയരുത്. നിങ്ങൾ ആദ്യം ഏജൻസീസിനോട് ചോദിക്കേണ്ടത്, ഞാൻ എന്ത് വിസ ടൈപ്പിലാണ് യൂറോപ്പിലോട്ട് പോകുന്നതെന്നാണ്. ഈ ചോദ്യത്തിന് മോസ്റ്റ് ഓഫ് ദ വിസ ഏജൻസീസ് തരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വർക്ക് പെർമിറ്റിലാണ് പോകുന്നത്, നിങ്ങളുടെ വിസ ടൈപ്പ് ഡി ആണ്, നിങ്ങൾ MVV വിസയിലാണ് അങ്ങോട്ട് പോകുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ പോയതിനു ശേഷം ശരിയാവും, അങ്ങനെയൊക്കെയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. ഈ MVV പറഞ്ഞാലും വിസ ടൈപ്പ് ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിലോട്ട് വരാനുള്ള ഒരു ടിക്കറ്റ് മാത്രമാണ്. ഒരു 90 ഡേയ്സ്, അപ് ടു 90 ഡേയ്സ് യൂറോപ്പിൽ വന്ന് താമസിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരേ ഒരു വിസ അത് മാത്രമാണ് ഈ വിസ ടൈപ്പ് ഡി എന്ന് പറഞ്ഞാലും MVV എന്ന് പറഞ്ഞ വിസ. എന്നാൽ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 3 തരത്തിലുള്ള വിസയാണ് മേജറായിട്ട് നിങ്ങൾ ആളുകൾക്ക് കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICT എന്ന് പറയും, സെക്കൻഡ് വൺ HSM, മൂന്നാമത്തെയാണ് GVVA. ഈ GVVA എന്ന് പറഞ്ഞ വിസയിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ ഹൈലി സ്കിൽഡ് അല്ലാത്ത റിസോഴ്സസ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. ഈ വിസകളെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾ യൂറോപ്പിലോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും യൂറോപ്പിലോട്ട് വന്ന് വർക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ള ആളാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഒരുപാട് ഇൻഫർമേഷൻ ഓൺ ദ വേ. ബൈ.